ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും പല മറുപടി ആയിരിക്കും. എന്നാൽ ബാർസലോണ ആരാധകർക്ക് പറയാനുള്ള ഒരേ ഒരു പേര് അത് റാഫീഞ്ഞ എന്നുള്ള ഒറ്റ പേരാ. ഒരിക്കലും ബാർസയുടെ ആ ഒരു വിങ്ങുകളിൽ ഒരു ബ്രസീലിയൻ സുൽത്താൻ കാഴ്ച വെച്ചിരുന്നൊരു പ്രകടനം ഉണ്ടായിരുന്നു. പിന്നീട് സുൽത്താൻ ഒഴിഞ്ഞു പോകുന്നു, അതായത് നെയ്മർ ബാർസലോണ വിട്ടുപോകുന്നു, മെസ്സിയും എല്ലാവരും പോകുന്നു. ആ വിങ്ങുകളും ഫോർവേഡ് നിരയൊക്കെ തകർന്നടിഞ്ഞ് വിമർശനങ്ങൾക്ക് മാത്രം മുതിരുന്ന ഒരു ക്ലബ്ബായി മാറിയ ബാർസലോണ എന്ന് പറയുന്ന ആ ക്ലബിനെ അതിൻ്റെ ആ ഒരു ടൈം ഓർമ്മിപ്പിക്കും വിധം കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു വിങ്ങറാണ്. ഇന്ന് അവരുടെ ക്യാപ്റ്റനാണ്, അതാണ് റാഫീഞ്ഞ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ റാഫീഞ്ഞയെ പറ്റിയിട്ട് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം അത്രക്കും ടോപ്പായിട്ടുള്ള ഒരു കളിക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് ഒരു പ്രൈം ടൈമിലാണ് റാഫീഞ്ഞ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും യമാൽ ഗോൾ അടിക്കുന്നുണ്ട്, ലെവൻഡോസ്കി ഗോൾ അടിക്കുന്നുണ്ട്, ഒരുപക്ഷെ റാഫീഞ്ഞയും ഗോൾ അടിക്കുന്നുണ്ട്. ലാലിഗയുടെ ഗോൾ സ്കോറർമാരുടെ പട്ടിക എടുത്ത് നോക്കി അതിൽ 3-ാം സ്ഥാനത്ത് റാഫീഞ്ഞ ഉണ്ട്, 1-ാം സ്ഥാനത്ത് ലെവൻഡോസ്കി ആണെങ്കിൽ ആ ലെവൻഡോസ്കിക്ക് ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് റാഫീഞ്ഞയാണെന്ന് ഓർക്കണം. അതായത് ഒരുപാട് ഗോൾ കോൺട്രിബ്യൂഷന് കൈക്കുള്ളിലാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ് ഇന്ന് റാഫീഞ്ഞ. ഒരുപക്ഷെ ഒരു സാവിയുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഫീഞ്ഞ ബാർസലോണയും ടീമിലേക്ക് എത്തുന്നു. അന്ന് ഒരുപാട് പേര് വിമർശിച്ച് തള്ളിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നെയ്മറിൻ്റെ പകരക്കാരനൊന്നുമല്ല റാഫീഞ്ഞ. ഒരുപക്ഷെ നിങ്ങൾ റാഫീഞ്ഞയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ടീം നന്നാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് ഫുട്ബോൾ പണ്ഡിറ്റുകളുണ്ട്. അവർക്കൊക്കെ മറുപടി കൊടുക്കുന്ന വിധത്തിലാണ് 2024 അവസാന ഘട്ടം മുതൽ ഇന്ന് 2025 റാഫീഞ്ഞ എന്ന് പറയുന്ന ആ ഒരു പോരാളി അദ്ദേഹത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ബ്രസീൽ ടീമിനായിട്ട് തിളങ്ങാൻ റാഫീഞ്ഞയ്ക്ക് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ പെർഫോമൻസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ടീമിൻ്റെ ചില പോയിന്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ചില മത്സരങ്ങളൊക്കെ താഴ്ന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ബാർസലോണയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് റാഫീഞ്ഞയെ പോലത്തെ ഒരു കളിക്കാരല്ല എന്നുള്ളതാണ്. ബാർസയുടെ ക്യാപ്റ്റനാണ് റാഫീഞ്ഞ. ലാലീഗയിൽ ഇത്രക്കും സ്കിൽഫുൾ ആയിട്ടുള്ള ടാലൻ്റ് ഉള്ള മികച്ച രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ ഇല്ല എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ബാർസയുടെ ഒരു വർഷത്ത് കൂടെ യമാൽ പന്തുമായിട്ട് കുതിക്കുമ്പോൾ വർഷത്തുള്ളത് റാഫീഞ്ഞയാണ്. അവർക്കൊരിക്കലും ഭയക്കാനില്ല. ഒരുപക്ഷെ അന്ന് ബ്രസീലിൽ ജനിച്ച് വീഴുന്ന സമയത്ത് 1996 കാലഘട്ടത്ത് ബ്രസീലിൻ്റെ നഗരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാടുള്ള ആ ഒരു നഗരി, തൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന നഗരി ലഹരിയാൽ മുക്തപ്പെട്ടിട്ടുള്ള ഒരു നാടായിരുന്നു. അതായത് അവിടെ നിന്നും ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങളിൽ പോലും ലഹരി ശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ ഒരു ലഹരിയിൽ നിന്നും ആ ഒരു പട്ടിണി പരുവത്തിൽ നിന്നും റാഫീഞ്ഞ എന്ന് പറയുന്ന കളിക്കാരൻ ഉയർന്നു വരുന്നു. ബ്രസീലിൽ തന്നെ ഇന്നൊരു മുദ്ര പതിപ്പിക്കാൻ പാകത്തിനൊത്തിട്ടുള്ള ഒരു കളിക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്പെയിനിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബുകളിൽ ഒന്നായിട്ടുള്ള ബാർസലോണയുടെ ക്യാപ്റ്റൻ പദവിയിലേക്ക് എത്തി വരുന്നു. പലർക്കും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ ബാർസലോണ ആരാധകർ കൊതിച്ചിരുന്ന ഒരു കാലഘട്ടത്തേക്ക് അവരുടെ ആ ഒരു ടീമിനെ എത്തിക്കാനായിട്ട് റാഫീഞ്ഞ പരിശ്രമിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റാഫീഞ്ഞയെ കളിക്കളത്തിൽ നിന്നും പിൻവലിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം സീറ്റൊക്കെ അടിച്ച് പൊളിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്, സാവിയുടെ ആ ഒരു കാലഘട്ടം. പക്ഷേ ഫ്ലിക്ക് വരുന്നു, ഫ്ലിക്കിന് എങ്ങനെയാണ് റാഫീഞ്ഞയെ ഉപയോഗിക്കേണ്ടത് അതുപോലെ ഉപയോഗിക്കുന്നു. ഇന്ന് ടീമിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനാണ്. നമ്മൾ ഒരിക്കലും യമാലിനെയോ ലെവൻഡോസ്കിയെയോ ഒരിക്കലും താഴ്ത്തി പറയുന്നില്ല. ഇതിൻ്റെ ഒരു കാര്യത്തിൽ യമാലും ലെവൻഡോസ്കിയൊക്കെ എല്ലാ മത്സരത്തിലും കിടിലം പെർഫോമൻസ് ആണ്. പക്ഷേ റാഫീഞ്ഞ എന്ന് പറയുന്നത് സത്യമായിട്ട് പറയണമല്ലോ ബാർസലോണയുടെ ഒരു ഹൃദയമായി മാറിക്കഴിഞ്ഞിരിക്കുക. കാരണം വേണ്ട സമയത്ത് ഇപ്പോൾ ഇന്നലെയുള്ള മത്സരങ്ങളിലും വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ മൂലം ആ ഒരു ടീമിന് ഉണ്ടാക്കി കൊടുക്കുന്ന വിന്നിങ് മെൻറ്റാലിറ്റി, ഇതാണ് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ബാർസയുടെ ഐക്കണായിട്ടുള്ള നെയിമുകളിലേക്ക് മറ്റൊരു പേര് കൂടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ബാർസലോണ ആരാധകർ കാണിച്ചിട്ടുള്ള ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അതായത് എക്സിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ. അതായത് ബാർസലോണയുടെ 11-ാം നമ്പർ ജേഴ്സിന് പുറകിൽ നമ്മുടെ നിക്കോ വില്യംസിൻ്റെ പേര് എഴുതിയിട്ട് അദ്ദേഹം ബാർസലോണയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ബാർസയുടെ ആ ഒരു വിങ്ങുകൾ ഭരിക്കാനായിട്ട് യമാലിൻ്റെ കൂടെ തകർത്താടാനായിട്ട് എത്തുന്നു എന്നുള്ള ഓരോ വാർത്തകൾ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വരുന്നത് റാഫീഞ്ഞയെ ബാർസ ഒഴിവാക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ അദ്ദേഹം മറുപടി കൊടുത്തത് മൈതാനത്താണ്. തൻ്റെ കാലുകൾ കൊണ്ട് പന്തിനെ വട്ടമിട്ട് വളഞ്ഞും പുളഞ്ഞും നല്ല രീതിയിൽ ബോക്സിലേക്ക് പന്ത് തട്ടിക്കൊടുത്ത് അസിസ്റ്റും ഗോളും കരസ്ഥമാക്കിയിട്ടാണ് ആരാധകർക്കുള്ള മറുപടി കൊടുത്തത്. ഇസയുടെ ഓരോ മത്സരങ്ങളും കാണുമ്പോൾ റാഫീഞ്ഞ മൈതാനത്ത് ഉണ്ടെങ്കിൽ, വിങ്ങുകളിൽ പാഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ബാർസയുടെ ആരാധകർക്ക് ഒരു ധൈര്യമാണ്. അതാണ് റാഫീഞ്ഞ.